പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വയ്ക്കാതെ ഭീകരരെ അവരുടെ താവളങ്ങളിൽ വെച്ച് തന്നെ തീർക്കുകയെന്ന ഇന്ത്യയുടെ തീരുമാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പിലാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടി നൽകാനുമായി. എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണം സംഭവിച്ച് 15 ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ആസൂത്രണത്തിലെ കൃത്യതയിലൂടെ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിക്കാനായി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ലഷ്കർ ഭീകരർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊടും ക്രൂരതയ്ക്ക് അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ള മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കാളികളായ ഓരോരുത്തരെയും പിന്തുടർന്ന് വേട്ടയാടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതീവ ജാഗ്രതയോടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയത്. തിരിച്ചടി എങ്ങനെ വേണമെന്ന് ചർച്ച ചെയ്യാനായി പലതവണയാണ് വിവിധ സേനാ മേധാവിമാരുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. തിരിച്ചടിയുടെ രീതിയും ലക്ഷ്യവും സമയവും സൈന്യത്തിന് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ വ്യോമ കരസേന മേധാവിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായും പ്രധാനമന്ത്രി നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വൈകിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇന്ത്യ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങളെ മിസൈൽ മിന്നലാക്രമണത്തിലൂടെ തകർത്തത്. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം അപ്രതീക്ഷിതമായ സമയത്ത് വലത്തേക്ക് നീക്കം നടത്തുകയെന്ന തന്ത്രമായിരുന്നു നരേന്ദ്രമോദി വീണ്ടും പയറ്റിയത്. അപ്രതീക്ഷിത സമയത്ത് പാകിസ്ഥാനെ വിറപ്പിച്ച തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തന്ത്രമാണ്. 2019 ബലാക്കോട്ട് ആക്രമണത്തിനും ഇതേ പാതയിലൂടെയാണ് മോദി സഞ്ചരിച്ചത്. ഒരിക്കൽ സംഭവിച്ചാൽ അത് ആകസ്മികം എന്ന് പറയാമെങ്കിലും രണ്ടാം തവണയും അത് തന്നെ സംഭവിക്കുമ്പോൾ അതിനെ തന്ത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇരു ആക്രമണങ്ങൾക്ക് മുൻപുള്ള തയ്യാറെടുപ്പുകൾ തമ്മിലുള്ള സാമ്യതകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ബലാക്കോട്ടിന് മുൻപുള്ള പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കാതിരുന്നതിൽ ഇപ്പോൾ പാകിസ്ഥാൻ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. ഫെബ്രുവരി 26 പുലർച്ചെയാണ് ഇന്ത്യ ബലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതിനു മുൻപുള്ള 48 മണിക്കൂറും പതിവ് പോലെ തന്നെ ജോലികളിൽ മുഴുകി. ഫെബ്രുവരി 25 അദ്ദേഹം ഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിലും പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ജിഹാദി അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആക്രമണത്തെക്കുറിച്ച് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി 9 മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി മോദി ഡൽഹിയിലെ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഇന്ത്യയുടെ അഭിലാഷങ്ങൾ, വികസനം, തീവ്രവാദത്തിനെതിരായ ദൃഢനിശ്ചയം എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠയുടെ ഒരു രേഖയോ സംശയത്തിന്റെ നിഴലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണയും പ്രധാനമന്ത്രി മോദിയുടെ യാത്രാ പരിപാടികളും പെരുമാറ്റവും ബലാക്കോട്ടിന് മുൻപുള്ള നീക്കങ്ങളുടെ തനിപ്പകർപ്പായിരുന്നു. ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് 2047 സാമ്പത്തിക ഭീമനാകാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം ഒരു മാധ്യമ പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടു. 30 മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഒരു ഉത്കണ്ഠയുമില്ലാത്ത ശാന്തനായ മനുഷ്യനെ പോലെയാണ് പെരുമാറിയത്.